ഹലോ. പനി അങ്ങ് മാറി, പക്ഷേ ക്ഷീണം, കഫക്കെട്ട്, ജലദോഷം എന്നിവ കൊണ്ട് വലഞ്ഞു എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. പനിക്ക് ശേഷം പഴയ പോലെ ഓജസ്സും തേജസ്സും നമുക്ക് തിരിച്ചെടുക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒന്നുള്ളത് വിശ്രമമാണ്. ചില വൈറൽ ഫീവറിൽ പനി കുറഞ്ഞാലും ഫുള്ളായിട്ട് ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ശരീരം ആവശ്യപ്പെടുന്ന വിശ്രമം നാം ശരീരത്തിന് നൽകണം, ഇല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും അസുഖങ്ങളിലേക്ക് നയിക്കും. ഇപ്പൊ നിങ്ങൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ ചെയ്യുമ്പോൾ, പനിയൊക്കെ ഉള്ള സമയത്ത് ചെയ്യുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് വലിച്ചു വാരിയെടുത്ത് ചെയ്യാതെ ആവശ്യത്തിനുള്ള റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ചെറിയ രീതിയിൽ ചെയ്ത് പിന്നെ ഫുള്ളായിട്ട് റിക്കവർ ചെയ്യുമ്പോൾ ജോലികൾ കൂട്ടി അങ്ങനെ സാധാരണത്തെ നോർമൽ സ്റ്റേറ്റിലേക്ക് ചെയ്താൽ മതി. അല്ലാതെ ഒറ്റയടിക്ക് തന്നെ എന്നെ കൊണ്ട് എല്ലാം ആവുമെന്ന് പറഞ്ഞ് ഏറ്റെടുത്താൽ ഇപ്പൊ ഒരു പനി, ചെറിയൊരു പനിയായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറാതെ വീണ്ടും ജോലികളെടുക്കുമ്പോൾ അടുത്ത പനി പെട്ടെന്ന് അടുത്ത ആഴ്ച തന്നെ പെട്ടെന്ന് വരും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പിന്നെയും ഡിലേ ആവും. അപ്പോൾ അതുകൊണ്ട് പനിയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ ഉള്ള ബോഡി ഒന്ന് ക്ലീൻ ആയിട്ട് ഹെവി വർക്കുകൾ ഏറ്റെടുക്കുക. ഫിസിക്കൽ, മെന്റലും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഹെവി വർക്കുകൾ, പനി മാറി കുറച്ച് വിശ്രമത്തിന് ശേഷം ഹെവി വർക്കുകൾ ഏറ്റെടുക്കുന്നതാണ് നല്ലത്. ഭക്ഷണം തന്നെ വലിയ ഔഷധം എന്നല്ലേ. അപ്പോൾ പനി സമയത്ത് അല്ലെങ്കിൽ പനി കഴിയുമ്പോൾ ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കണം. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, വൈറ്റമിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. കിച്ചടികൾ, സൂപ്പ്, പയറുകഞ്ഞി, മുട്ട, ചിക്കൻ, ഇഡലി പോലുള്ള ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പ്രോട്ടീൻ റിച്ചുമാണ്. വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓറഞ്ച്, മുസമ്പി അല്ലെങ്കിൽ പുളിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളത് വലിയ തണുപ്പില്ലാത്ത ജ്യൂസായിട്ട് കുടിക്കുന്നതും നല്ലതാണ്. പനി സമയത്ത് ഭക്ഷണത്തിൽ കൊഴുപ്പുകൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് പനി മാറിയതിന് ശേഷവും വയറിന് പ്രശ്നം, ഡയറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ അത്തരത്തിലുള്ള ഫുഡുകൾ പനി കഴിഞ്ഞിട്ട് കഴിക്കാതിരിക്കുന്നതാണ്. പനിയുടെ സമയത്തും പനി കഴിഞ്ഞിട്ട് കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ നീർജലീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുമ്പോൾ നന്നായിട്ട് മൂത്രം പോകുമ്പോൾ തന്നെ ഒരുവിധം ടോക്സിൻസ് ഒക്കെ മൂത്രത്തിൽ കൂടെ പുറന്തള്ളാൻ സഹായിക്കുന്നു. പനി പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വെള്ളത്തിന് പകരം, അല്ലെങ്കിൽ വെള്ളത്തിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-9 ഗ്ലാസ് വെള്ളം കുടിക്കണം. അതിന് പുറമെ കൂടുതൽ വെള്ളം ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് മുസമ്പി ജ്യൂസ്, ലെമൺ ജ്യൂസ്, ഇളനീര് ഒക്കെ കുടിക്കാവുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഈ തൊണ്ടയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചുക്ക് കാപ്പി, രസം പോലെയുള്ളത് മാറി കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ കഞ്ഞിക്കൂർക്ക, തുളസിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് തിളപ്പിച്ചിട്ട് കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ. അതുപോലെ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അതിൻ്റെ തെളി എടുക്കുക. ഭയങ്കര കൊഴുത്തതല്ലാത്ത തെളി ആയിട്ടുള്ള കഞ്ഞിവെള്ളമൊക്കെ ക്ഷീണം മാറ്റാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഈ തണുത്ത ഭക്ഷണങ്ങൾ, ഐസ്ക്രീം എന്നിവ ഒഴിവാക്കണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. അതേപോലെ പനി സമയത്ത് നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. കുട്ടികളെ അനുവദിക്കുക. ഒരു 7 to 8 hours എങ്കിലും നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. എങ്കിലും അടുത്ത ഇൻഫെക്ഷൻസ് കിട്ടാതിരിക്കാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ നെല്ലിക്ക ഉൾപ്പെടുത്താം. ചെറിയ കഷ്ണം ഇഞ്ചി തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാം. വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം, കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. അതുപോലെ മഞ്ഞളിട്ട പാല് ചെറിയ ചൂടോട് കുടിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും ചെയ്യുന്നുണ്ടാവും എങ്കിലും ഞാൻ പറയുകയാണ്, പനിക്ക് ശേഷം നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സും ബെഡ്ഷീറ്റും പുതപ്പും അങ്ങനെ നമ്മൾ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും നന്നായിട്ട് വാഷ് ചെയ്ത് വെയിലത്ത് ഉണക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. അത് അങ്ങനെ ഉപയോഗിക്കാതെ വരുമ്പോഴൊക്കെ വൃത്തി കുറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അടുത്ത ഇൻഫെക്ഷൻസ് വരും. പിന്നെ ചുമ, കഫത്തിൻ്റെ നിറവ്യത്യാസം, മറ്റ് ഈ മോശം പോകുന്നതും യൂറിൻ പോകുന്നതിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ടിട്ട് ആ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ മല എങ്ങനെ പോകുന്നു, നിങ്ങളുടെ മൂത്രം എങ്ങനെ പോകുന്നു, നിങ്ങളുടെ ഈ കഫത്തിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിയർപ്പോ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറോട് കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള മരുന്നും മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഹോമിയോപ്പതിയിൽ ഇതുപോലെ തന്നെ പനിക്ക് ശേഷമുള്ള ക്ഷീണം, കഫക്കെട്ട്, അതുപോലെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങൾ, ഇവയ്ക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും പ്രതിരോധശേഷി കൂട്ടാനും ഈ നാവിൽ ടേസ്റ്റ് കുറഞ്ഞവർക്കൊക്കെ ടേസ്റ്റൊക്കെ തിരിച്ച് ഇതാക്കാനും ഒക്കെ എഫക്റ്റീവായിട്ട് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഈ
കാണുന്ന ബുക്കിംഗ് നമ്പറിൽ വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യാവുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്നും കൂടെ പറയാം, സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാം. പിന്നെ നമ്മൾ റിലേറ്റഡ് വീഡിയോസിൽ കൊടുത്തിട്ടുള്ളത് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണാം. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഷെയർ ചെയ്തും കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.